then okay. I will do it. Don't worry. Namaste. നമസ്കാരം. ന്യൂഡൽഹി ഡ്രൈവല്ലേ? അതെ. ജികെയുടെ വരൂ വരൂ വരൂ. ശങ്കറിന് മനസ്സിലായില്ലേ? പിന്നെ ഉമ എന്നല്ലേ പേര്? അതെ. ഇത് സുരേഷ്. ഓ, ജികെ വരുമെന്നാ ഞാൻ കരുതിയത്. അല്ല, പുള്ളി വരില്ല. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പിണക്കുണ്ട്. നിസ്സാര കാര്യമാ. ഒക്കെ പഴയ കഥയാ. ഞങ്ങളതൊന്നോ മറന്നു. ജികെ അത് മറന്നു എന്തോ. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ജികെക്ക് ചെറിയൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ വന്നല്ലോ. ആ ഇടയ്ക്ക് ചെറിയൊരു കശവിശ. ഒക്കെ പോട്ടടോ. ആ, കുട്ടി ആളൊരു ഭയങ്കരത. ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് എന്തൊരു വളർച്ച. സർക്കുലേഷൻ വെച്ച് നോക്കിയാ ഇപ്പൊ നിങ്ങൾ നമ്പർ 2. അതെ. ഓ, ഇന്ന് ഇന്റർവ്യൂ ഒന്നും വേണ്ട മോളെ. ഞാനും ഇവിടെ വന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു. ഒന്നും സംഭവിച്ചിട്ടില്ല. കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജികെ ക്ഷണിച്ചില്ലെങ്കിലും ഈ ആഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരും. ജികെക്ക് മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. അല്ലേ പഠിക്കേട്ടാ? അതെ അതെ. ആ, അതിരിക്കട്ടെ. ആരാ നിങ്ങളുടെ വിശ്വനാഥ്? ഒരു വിധത്തിൽ പറഞ്ഞാൽ അയാളാണ് നിങ്ങളുടെ പത്രം വളർത്തിയത്. പ്രധാനപ്പെട്ട എന്ത് അത്യാഗ്രഹം ഉണ്ടായാലും അയാൾ അവിടെ ഉണ്ട്. മറ്റാർ റിപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും വളരെ ഡീറ്റെയിൽ ആയിട്ടും ഭംഗിയായിട്ടും അവൻ എഴുതുകയും ചെയ്യും. ആരാണ്? മലയാളിയാണ്. പാതി മലയാളി, അതായത് അമ്മ മലയാളി, അച്ഛൻ ജർമ്മൻ. അത് പറ. പാതി ഹിറ്റ്ലർ. ക്രോസ് അല്ലെങ്കിലും അങ്ങനെ നന്നായിരിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. നിൽക്കൂ രാംലാൽ. ജികെക്കാ ഒരു ഉത്തരേന്ത്യ സിസ്റ്റം. ഇവിടുത്തുകാരനായി പോയില്ലേ? വരട്ടെ. ഓക്കെ.